അഞ്ചാമത്തെ ദിവസം ലാസ്റ്റിലെ കളമെഴുത്ത് ആഭരണഭൂഷിതനായ അയ്യപ്പനാണ്. ആ കളമെഴുത്തിൻ്റെ പ്രത്യേകത, അന്ന് 6-ാം ദിവസം ഗുരുതിയുണ്ട്. ആ ഗുരുതിക്ക് മുമ്പായിട്ട് മാളികപ്പുറത്ത് നിന്നും നേരെ ശരംകുത്തിയിലേക്ക് ഭഗവാന്റെ എഴുന്നള്ളിപ്പുണ്ട്. ആ എഴുന്നള്ളിപ്പ് അവിടെ ചെന്ന് അവിടെ നിന്നും ഭൂതനാഥനാണ് ഭഗവാൻ. അപ്പോൾ ഭൂതഗണങ്ങളെ വിളിച്ച് 6-ാം തീയതിയിലത്തേക്ക് ഗുരുതിക്ക് വേണ്ടി ക്ഷണിച്ചു കൊണ്ടിരുന്നതിനാലാണ് അവിടെ ചെന്ന ശേഷം വാദ്യമേളങ്ങളൊന്നുമില്ലാതെ തിരിച്ച് എഴുന്നള്ളിക്കുന്നത്. എന്നാൽ തെറ്റിദ്ധാരണാജനകമായ പല കഥകളും ഇത് സംബന്ധിച്ചുണ്ട്. പക്ഷേ അതൊന്നും ശരിയല്ല. ശരിക്കുള്ള കഥ ഇത് തന്നെയാണ്. അപ്പോൾ അത്രമാത്രം വളരെ പവിത്രവും ദിവ്യവുമാണ് ഈ മണിമണ്ഡപത്തിലെ ആചാരങ്ങൾ. അത് കുറച്ച് രഹസ്യ സ്വഭാവമായിരുന്നു പണ്ട്. അതാരും പുറത്തൊന്നും പറയാറില്ല. പക്ഷേ ഇപ്പോൾ അതിൻ്റെ യഥാർത്ഥ എന്താണ് അവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്നുള്ളത് വെളിയിലേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഭക്തജനങ്ങൾ ഇപ്പോൾ മണിമണ്ഡപത്തിലേക്ക് വരുന്നുണ്ട്. ഇവിടെ മണിമണ്ഡപത്ത് ശരിക്ക് അയ്യപ്പ സ്വാമിയുടെ തന്നെ കാര്യങ്ങളാണ്, കളമെഴുത്തും പാട്ടുമാണ് നടക്കുന്നത്. മാളികപ്പുറത്തമ്മ മധുരമീനാക്ഷി സങ്കല്പത്തിൽ പണ്ടവിടെ വിളക്ക് വെപ്പ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലിപ്പോൾ ദുർഗാഭാവത്തിൽ ഭഗവതിയായിട്ട് മാതൃഭാവത്തിൽ തന്നെ കുടികൊള്ളുന്നു. എന്നും പന്തളം കൊട്ടാരത്തിൻ്റെ രക്ഷയ്ക്കായിട്ടുള്ള പരദേവത തന്നെയാണ് മാളികപ്പുറത്തമ്മയും.